Next is principles of learning. First one is motivation. Trainee must be motivated to learn. നമ്മൾ എന്താണ് ലേണിംഗ് പഠിച്ചു, എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് നോക്കി. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ? ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, ട്രെയിനി മസ്റ്റ് ബി മോട്ടിവേറ്റഡ് ടു ലേൺ. ആരാ ട്രെയിനി എന്ന് വെച്ചാൽ ഇപ്പം ഞാനാണ് ട്രെയിനർ, നിങ്ങളാണ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് യു ആർ ദ ട്രെയിനീസ്. ഓക്കെ, ആൻഡ് ഐ ആം ദ ട്രെയിനർ. സോ ട്രെയിനി മസ്റ്റ് ബി മോട്ടിവേറ്റഡ് ടു ലേൺ. ട്രെയിനിയെ ലേൺ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. So an employee must see a purpose in learning the information presented and have a clear understanding of what is presented. If these two factors are considered, there will be a greater chance of satisfaction. ഇപ്പോൾ മോട്ടിവേഷനിൽ വേണ്ടത് ഒരു എംപ്ലോയി, ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഒരു ഓർഗനൈസേഷണൽ കോൺസെപ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ലേണിംഗ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രെയിനർ ചെയ്യേണ്ടത്, ട്രെയിനർ എങ്ങനെ ട്രെയിനിയെ മോട്ടിവേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡിസ്കസിങ്. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഈ പറയുന്ന മോട്ടിവേഷൻ. സോ ഒരു എംപ്ലോയിയെ an employee must see a purpose in learning the information presented, have clear understanding of what is presented. അപ്പോൾ ട്രെയിനർ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ട്രെയിനിക്ക് മനസ്സിലാവണം ട്രെയിനർ എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ചൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ദ ഇൻഫോർമേഷൻ വാട്ട് ഹി ഈസ് പ്രസൻറ്റിങ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഗ്രേറ്റർ ചാൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദ ഡിറ്റർമിനൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഹൈറാർക്കി ഓഫ് നീഡ്സ്. അവർക്ക് എത്രത്തോളം, ട്രെയിനിക്ക് എത്രത്തോളം ഈ പറയുന്ന കാര്യത്തിനെ കുറിച്ച് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കുക, അവർക്കൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു ഗ്രൂപ്പ് റിലേഷൻ അവിടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുക, അതൊക്കെ മോട്ടിവേഷൻ്റെ ഒരു ഫാക്ടേഴ്സാണ്. All right. So this is the first point in principles of learning. Second one is information must be meaningful. കൊടുക്കുന്ന ഇൻഫർമേഷൻ മീനിങ്ഫുൾ ആയിട്ടുള്ളതായിരിക്കണം. ദ ട്രെയിനിങ് മെറ്റീരിയൽ മസ്റ്റ് റിലേറ്റ് ടു ദ പേർപ്പസ് ഓഫ് ദ ട്രെയിനിങ് program or it will stop being a motivator. The material should be presented in a sequential manner and should provide variety to prevent boredom and fatigue. Material can be presented through case studies, lectures, films, etc. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ട്രെയിനർ ട്രെയിനിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ട്രെയിനിയെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത് കൊടുക്കുന്ന ഇൻഫർമേഷൻ മീനിങ്ഫുൾ ആയിരിക്കണം. ഓക്കെ, നോളേജ് റിഗാർഡിംഗ് വൺസ് ഓൺ പെർഫോമൻസ് ഇസ് എ നെസസറി കണ്ടീഷൻ ഫോർ ലേണിംഗ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള, അപ്പോൾ ഈ ട്രെയിനീസിന് എന്തുണ്ടായിരിക്കണം, കൊടുക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ചൊരു നോളേജ് അവർക്കുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ദ പേർപ്പസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച്, എന്ത് പേർപ്പസിനാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അവയർനെസ് ആർക്കുണ്ടായിരിക്കണം, ആ ഒരു കൊടുക്കുന്ന മെറ്റീരിയലിനും ഉണ്ടായിരിക്കണം, ആ ട്രെയിനിക്ക് ഉണ്ടായിരിക്കണം അത്. ഓക്കെ, ആൻഡ് ദ മെറ്റീരിയൽ ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ എ സീക്വൻഷ്യൽ മാനർ. ട്രെയിനർ ട്രെയിനിക്ക് കൊടുക്കുന്ന മെറ്റീരിയലും പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സീക്വൻഷ്യൽ മാനറിലായിരിക്കണം. ആൻഡ് ഷുഡ് പ്രൊവൈഡ് എ വെറൈറ്റി ടു പ്രിവെൻറ്റ് ബോർഡം ആൻഡ് ഫാറ്റിക്. പല സ്ലൈഡ്സിലൂടെയും ഫിലിംസിലൂടെയും അല്ലെങ്കിൽ കേസ് സ്റ്റഡീസിലൂടെയും ലെക്ചേഴ്സിലൂടെയും ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെയും എല്ലാം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ട്രെയിനർക്ക് കഴിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഹി ക്യാൻ അവോയ്ഡ് ദാറ്റ് ബോർഡം ആൻഡ് ഫാറ്റിക്. ദാറ്റ് ഈസ് ഓൾസോ ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്. Now third one, learning must be reinforced. റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ആണ്. റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് റെസ്പോണ്ട് ആൻഡ് ടെൻസ് ടു ഇൻഡ്യൂസ് റിപ്പീറ്റേഷൻസ് ഓഫ് ദ ബിഹേവിയർ ദാറ്റ് പ്രിസീഡഡ് ദ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിവാർഡായിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് സം ടൈപ്പ് ഓഫ് റിവാർഡ് following the performance of an activity that leads to likelihood of the activity being performed again. നമുക്കിപ്പോൾ ഒരു റിവാർഡ് കിട്ടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്കത് ചെയ്യാനുള്ള തോന്നലുണ്ടാവും, അതൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇൻ ഓർഗനൈസേഷൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി യൂസ്ഡ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ബിഹേവിയർ ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് മാർക്ക് വരികയാണെങ്കിൽ അവിടെ പ്രൊമോട്ട് ചെയ്യുക. ഇനി ഇതല്ല, നല്ലൊരു ഔട്ട്പുട്ടാണ് ഒരു എംപ്ലോയി കാഴ്ചവെച്ചിരിക്കുന്നത് എങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുക. അതൊരു ഗുഡ് റിവാർഡാണ്. അങ്ങനെ ബാഡ് റിവാർഡും ഉണ്ടാവാം, ഗുഡ് റിവാർഡും ഉണ്ടാവും. അതാണ് ബാഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ടാവും, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഷുഡ് ബി യൂസ്ഡ്. If behavior is undesirable, the negative reinforcement such as denial of pay rise, promotion or transfer can be effective.
However, during the orientation and training period, positive reinforcement more effective than negative reinforcement. നേരെ മറിച്ച് ട്രെയിനിങ് പീരീഡിൽ കൂടുതലായിട്ടും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുക നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിനേക്കാൾ. ആഫ്റ്റർ ദ ട്രെയിനിങ് ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ആവാം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ആവാം. Next one is organization of material. Trainer must be remember that well organized material will help the trainees to remember the things taught to him. അപ്പോൾ ട്രെയിനർ എന്ത് മനസ്സിലാക്കിയിരിക്കണം, ഒരു നല്ലൊരു ഓർഗനൈസ്ഡ് മെറ്റീരിയൽ എപ്പോഴും ട്രെയിനീസിന് നല്ല രീതിയിൽ അത് പഠിച്ചുണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമ്മളിപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു യോബിയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ആദ്യം എന്താണ് ഹോബി എന്ന് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, അതിൻ്റെ സ്കോപ്പ് പഠിച്ചു, പിന്നെ നമ്മൾ പെർസെപ്ഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിനാണ് നമ്മൾ വരുന്നത്. നേരെ മറിച്ച് ആദ്യം തന്നെ നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, ഓഡി എന്താണ്, പെർഫോമൻസ് അപ്രൈസൽ എന്താണ് എന്ന് പറഞ്ഞാൽ ട്രെയിനീസിന് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ചൊരു സീക്വൻഷ്യൽ ഓർഡർ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. Next come feedback on learning. People like to know how much they have learned and how well they are doing. The sooner the employees know the results of a quiz test, the sooner they can assess their progress. ഫീഡ്ബാക്ക് ഓൺ ലേണിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു ലേണിംഗ് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കും. ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടെസ്റ്റായിട്ടാവാം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാവാം, അതിൽ എത്രത്തോളം അവർ നന്നായി ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എംപ്ലോയീസ് നോ ദ റിസൾട്ട് ഓഫ് എ ക്വിസ് ടെസ്റ്റ്. ഓക്കെ, ആ ഒരു ക്വിസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് അവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ അവർ എത്രത്തോളം ലേൺ ചെയ്തു എന്നറിയും. ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു അക്കാഡമിക് സെഷനിൽ ഒരു സെം കഴിഞ്ഞാൽ ഒരു ഫൈനൽ സെമസ്റ്റർ എക്സാം വരുന്നത് എന്തുകൊണ്ടാണ്, ഹൗ മച്ച് വി ഹാവ് ലേൺഡ് ഇൻ ദാറ്റ് സെമസ്റ്റർ. ദാറ്റ് ഈസ് എ ഫീഡ്ബാക്ക്. ഓക്കെ, ഫീഡ്ബാക്ക് ഓൺ ലേണിംഗ്. സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് learning.